തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സമാധിയായെന്ന് കുടുംബം അവകാശപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്ന നടപടിയുമായി പോലീസ് മുന്നോട്ട്. സ്ഥലത്തെ പ്രതിഷേധം കണക്കിലെടുത്ത് പൊളിക്കൽ നടപടികൾ ഇന്നത്തേക്ക് നിർത്തിയെങ്കിലും തീയതി നാളെ തീരുമാനിക്കും. അതേസമയം കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ആറാലമൂട്ടിലെ ഗോപൻ സ്വാമിയുടെ വീട്ടിലും പരിസരത്തുമായി ഇന്ന് തികച്ചും നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായത്. എനിക്ക് പുറകിലായി കാണുന്ന ഈ സമാധി സ്ഥലം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് ഇവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഗോപൻ സ്വാമി സമാധിയായതായി കുടുംബം പറയുന്നത്. ദുരൂഹതയുണ്ടെന്ന പരാതിക്ക് പിന്നാലെ കല്ലറ പൊളിച്ചു പരിശോധിക്കാൻ ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. സന്നാഹങ്ങളുമായി പോലീസും ജില്ലാ ഭരണകൂടവും. നടപടി തുടങ്ങിയതിന് പിന്നാലെ കല്ലറയ്ക്ക് സമീപത്ത് നാടകീയ രംഗങ്ങൾ. പിന്നാലെ നാട്ടുകാർ ചേരി തിരിഞ്ഞതോടെ വാക്കേറ്റവും കയ്യാങ്കളിയും. സ്ഥിതി വഷളായതോടെ നടപടി നിർത്തിവെച്ച് കുടുംബത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പക്ഷേ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് മക്കൾ ആവർത്തിച്ചു. നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. നോട്ടീസ് നൽകേണ്ട ഒരു ഇതില്ല. നമ്മളൊരു ഉത്തരവിന്റെ ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമാണ്. അതിനുശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട്. ബാക്കി ആ ഒരു സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അത് നാളെ രാവിലെ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. കല്ലറ പൊളിക്കുന്ന ദിവസത്തെ പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് മുൻകരുതലോടെയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നീക്കം. ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കേസിലെ ദുരൂഹത നീക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്നാൽ പ്രതിഷേധവും സംഘർഷവും ഒക്കെ തലവേദനയായി. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.